ഓർമ്മയിലെന്നും മാംകോയ എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട മാംകോയക്കയുടെ മകനാണ്. സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട നിസാർക്ക. നിസാർക്ക നമസ്കാരം. വലിയൊരു സന്തോഷം എല്ലാവരും അറിയിക്കേണ്ടത്, നിസാർക്ക ഇപ്പോൾ ഒരു സിനിമയുടെ സെറ്റിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സിനിമകളിൽ സജീവമായി അഭിനയിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അച്ഛനുള്ളപ്പോഴൊന്നും സിനിമയിൽ അങ്ങനെ അഭിനയിക്കാൻ പോയിട്ടൊന്നുമില്ലല്ലോ കാര്യമായിട്ട്? ഒരു പടം ചെയ്ത LLB, അത് ഒരൊറ്റ സീന് കമ്മീഷണർ സിദ്ദീഖ് സാർ വിളിച്ചപ്പോ. പിന്നെ നമ്മൾ ജാഫർ കേറ്റ് ആ നേരത്തെ ഒരുപാട് നല്ല ബന്ധമുണ്ട്. സിനിമയിലൊക്കെ വരുന്ന പിന്നെ ജാഫർ കേറ്റ് വന്നു, ഇടുക്കി ജാഫറേറ്റ്. അപ്പൊ ഒരുമ്പെട്ടവൻ തന്നെ സിനിമക്ക് അത് പോലീസ് ഓഫീസറായിട്ട്. അപ്പൊ അതിനെ ഫസ്റ്റ് ആയതുകൊണ്ട് ഒരു തെക്കനായിട്ട് അഭിനയിക്കണോ, അതിൽ പേരും ജോൺ മാത്യു അങ്ങനെ എന്തോ ഒരു പേര്, അതെനിക്ക് ശരിക്കും പറയാൻ കിട്ടൂല. പിന്നെ ആ ഭാഷാ ശൈലിയൊക്കെ ബുദ്ധിമുട്ട്. നമുക്ക് ഈ മലബാർ മഹർഷിയും അതൊക്കെ പറ്റുള്ളൂ. അതെ നടക്കുള്ളൂ. അപ്പയുടെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടത് ഏതാണ്? ഇപ്പന്റെ എല്ലാ സിനിമയും ആദ്യമായിട്ട് കണ്ടത് ഏതാണ്? ഓർമ്മയില് അന്യരുടെ ഭൂമി സംഘം തിയേറ്ററിൽ. ആദ്യത്തെ പടം അന്ന് നിസാർ ജനിച്ചിട്ടുണ്ടോ? അല്ലല്ല, എനിക്കൊരു 3 വയസ്സുള്ള ആ സമയത്ത് കണ്ട ഓർമ്മയുണ്ടോ? അന്യരുടെ ഭൂമി കണ്ട ഓർമ്മ? ഷൂട്ടിംഗ് കണ്ടൊക്കെ ഓർമ്മയുണ്ട്. ആ ചെറുതില് നമ്മള് വീട്ടിന്റെ അടുത്ത് തന്നെ ഇരുന്നു. പിന്നെ അവിടുന്ന് 6 വയസ്സിൽ അവിടെ താമസം മാറി. ആ സമയത്ത് ഞാൻ കണ്ടുകണ പടം സംഘത്തിലേ വന്നത് സിനിമ. നിസാറാണ് മൂത്ത ആള്? ഞാൻ മൂത്ത് നിലമ്പൂർ ബാലേട്ടന്റെ. അതെ. അല്ല, ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, മാമുക്ക എന്നോട് സംസാരിക്കും, കൂടുതൽ നിങ്ങളുടെ ബന്ധുക്കൾ കൂടുതൽ കുവൈറ്റിലാണോ? ഉമ്മന്റെ അനിയത്തി, ഭർത്താവ്, മക്കള്, അനിയന് കൂടുതൽ കുവൈറ്റിലുള്ള കാര്യങ്ങൾ കൂടുതൽ പുള്ളി പറയാറുണ്ട്. കുവൈത്തിലാ കൂടുതലുള്ളത്. അല്ലാതെ VK ശ്രീരാമേട്ടൻ എഴുതിയിരിക്കുന്ന ഏതോ ഒരു ഇതിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ഒരിക്കല് ശ്രീരാമേട്ടൻ നിങ്ങളുടെ വീട്ടിൽ വന്നു. നമ്മുടെ വീട് അത്ര വലിയ വീടൊന്നുമല്ല, പഴയ വീട്. പഴയ വീട്ടിൽ അവിടെ വന്നപ്പോ നമുക്ക് വളരെ ആതിഥേയ മര്യാദയോട് കൂടി സ്വീകരിച്ച് അകത്തുകൊണ്ടിരുത്തിയിട്ട് കട്ടിലിനടിയിൽ നിന്നൊരു പെട്ടിയെടുത്ത് മേശപ്പുറത്ത് ഈ കട്ടിലിൽ വെച്ചിട്ട് തുറന്നിട്ട് കുറേ ഗൾഫിലെ സാധനങ്ങളെല്ലാം ഉണ്ട്, പെർഫ്യൂംസ്. എന്നിട്ട് ശ്രീരാമേട്ടന് വേറെ കൂടെ 2 സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം എടുത്തോളി എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോയി. എന്നിട്ട് ശ്രീരാമേട്ടൻ ഈ ഇതിൽ നോക്കി ഇങ്ങനെ കൗതുകത്തോടെ ഇരിക്കുമ്പോൾ വീട്ടിനകത്തൂടെ അപ്പുറത്ത് താമസിക്കുന്ന കൗസല്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ, തൊട്ടപ്പുറത്തുള്ള ഒരു ഹിന്ദു സ്ത്രീയാണ്, അവരൊരു ആടിനെയും കൊണ്ട് വീട്ടിനകത്തൂടെ കുറച്ച് ഈ എന്താണ് അതിന് കൊടുക്കാനുള്ള രാവിലെയും കൊണ്ട് വീട്ടിനകത്തൂടെ നടന്നിങ്ങനെ പോവുകയാണ്. അപ്പോൾ അവർക്ക് അതുവഴി പോകാനുള്ള വഴിയില്ലാത്തതുകൊണ്ട് ഇതുവഴിയാണ് അവരുടെ യാത്രയൊക്കെ. അപ്പോൾ അത് ശ്രീനാട്ടം പറയുന്നത് വെച്ചാൽ ഒരു വലിയൊരു മതേതരത്വത്തിൻ്റെയും മാനവികതയുടെയും ഒരു സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു വലിയ പ്രതീകമായിട്ട് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് നമുക്കൊരു ഒരു കാലത്തെ ഒരു കേരളീയ സമൂഹത്തിന്റെ ഒരു ചിത്രം കൂടിയാണത്. അവിടെ ഒരു മതവും ജാതിയും ഒന്നും ആ വീട്ടിനകത്തൂടെ അത് ആടിനെ കൊണ്ട് രാവിലെയൊക്കെ ആയിട്ട് കടന്നിങ്ങനെ പോവാണ് ഒരു കൂളായിട്ട്. ഇപ്പൊ താമസിക്കണേ ഇപ്പൊ അങ്ങനെ പള്ളിക്കാണ്ടി എന്ന സ്ഥലത്താ, കല്ലായിന്റെ പടിഞ്ഞാറ് വശം. അവിടെ ഒരു കാവുണ്ട്. ഈ നൈനാമൾപ്പ് എന്ന് പറഞ്ഞ ഫുട്ബോളിന് ഭയങ്കര ഫേമസാ. പണ്ട് ഈ റൊണാൾഡിനോ ഒക്കെ വന്നിട്ട് അയാള് ജേഴ്സി അയച്ചു കൊടുത്തെന്നൊക്കെ നമ്മുടെ അതിൻ്റെ ഉള്ളിലൊരു കാവ്. അവിടെ ഒരു 5 ഹിന്ദു വീടുണ്ട്. ആകെ ഒരു ചിലപ്പോ ഒരു 5-10 കിലോമീറ്റർ ഇങ്ങനെ റൗണ്ടിൽ ആ ഹിന്ദു വീടേ ഉള്ളു അവിടെ. ഇവരെ കൂടെ അപ്പൊ കളിച്ചാണ്. അപ്പൊ തിരുവാതിരക്കളി, ചെറുതിലെ നാടകമൊക്കെ ആയിട്ട് പോയിട്ട് അങ്ങനെ നാടകമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവാ. നമുക്ക് ഈ ഫുട്ബോളിന്റെ ഭയങ്കര ഒരു സ്ട്രിക്റ്റ് അച്ഛനായിരുന്നു അദ്ദേഹം. സ്ട്രിക്റ്റ് ഒന്നുമില്ല, കൂടുതൽ കഥ ഒന്നും അങ്ങനെ പറയൽ സംസാരിക്കൽ അങ്ങനെ കൂടുതൽ. എന്റെ ചെറിയ പെങ്ങളും അനിയനാ സംസാരിക്കുക കൂടുതൽ. ഇപ്പനേറ്റ് ഞാനും മൂത്ത പെങ്ങളും കാര്യം പറയാൻ മാത്രമേ പോവാ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കും, പറയും. ഇപ്പൊ അങ്ങനെ വെറുതെ തമാശ ഒന്നും പറഞ്ഞ് നടക്കൊന്നുമില്ല. വീട്ടിൽ തമാശയും കാര്യങ്ങളൊന്നുമില്ല, പറയുകയൊക്കെ ചെയ്യും. ഉമ്മനേറ്റ് എപ്പോഴും ബോബനും മോളിയും പോലെ വലിയ തട്ടിയും മുട്ടി. അതാ ഉമ്മ എപ്പോഴും കരിച്ചിലും മുടിച്ചിലും തന്നെ. പോകുമ്പോഴൊക്കെ മരിക്കുന്ന ആ സമയത്ത് വീട്ടിൽ സംസാരിച്ചിരുന്നിരുന്നിരുന്ന് പിന്നെ വണ്ടി കയറി പോയതാ. ആ മരിക്കണ സമയത്ത് അപ്പൊ മര്യാദയ്ക്ക് നടന്ന് ജ്യൂസൊക്കെ കുടിച്ചിരുന്ന് പോയതാ. പിന്നെ അറ്റാക്കായി അങ്ങനെ. ഈ അവസാന കാലത്ത് മൂപ്പർക്ക് ശബ്ദത്തിന് എന്തോ അതിപ്പോ ഒരു മുഴ വന്നിരുന്നു തൊണ്ടയിൽ. ഒരു ഇന്റർവ്യൂല് ഞാൻ കണ്ടപ്പോ ശബ്ദത്തിനൊരു വേരിയേഷൻ പോലെ തോന്നി. ആ സമയത്ത് ഏറ്റവും ഒടുവിൽ ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നത് പ്രിയദർശൻ സാറിന്റെ ഓളവും തീരവും റീമേക്ക് ചെയ്ത സമയത്ത് തൊടുപുഴയിലായിരുന്നു ഷൂട്ട്. അപ്പം അന്ന് തീരെ വയ്യായിരുന്നു. അന്ന് അവിടെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ പനിയും തീരെ ശബ്ദമൊന്നും ഇല്ലാണ്ട് അഡ്മിറ്റ് ചെയ്തു. പിന്നെ വീണ്ടും അടുത്ത ദിവസം ഡിസ്ചാർജ് ആയി വന്നു, വീണ്ടും അഭിനയിക്കാം. അന്ന് തീരെ ശബ്ദമില്ല.
അപ്പോൾ എന്നിട്ടും എന്നെയൊക്കെ കാണുമ്പോൾ കോഴിക്കോടിലെ വിശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ നമുക്ക് സംസാരിക്കേണ്ട കൂടുതൽ ശബ്ദം പ്രശ്നമൊക്കെ ഇല്ലടാ അത് കുഴപ്പമില്ലടാ എന്നിങ്ങനെ പക്ഷെ നമുക്ക് സങ്കടം തോന്നും ആ ശബ്ദം കേൾക്കും. ഈ ചെറുപ്പത്തിൽ നിങ്ങൾ ഈ ആദ്യകാലങ്ങളല്ലാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ ഷൂട്ടിംഗ് ഒക്കെ കാണാൻ നിങ്ങളെയൊക്കെ കൊണ്ടുപോകായിരുന്നു? മുമ്പ് കുറെ പടത്തിനൊക്കെ പോയിട്ടുണ്ട്. ആ. ഒരുപാട് പടം എൻ്റെ കൂടെ ചെറുപ്പം എന്നൊന്നും പറഞ്ഞുകൂടാ. ഞാനൊരു 14 വയസ്സുള്ള സിനിമയിലായിരുന്നു ഇപ്പ. അപ്പൊ ചെറുതെന്നൊന്നും പറഞ്ഞൂടാ. ഓ ഇല്ല, നിങ്ങൾക്ക് ഈ ദൂരെ ഒരു കൂട് വിട്ടാക്കുമ്പോ 15 വയസ്സൊക്കെ ആയിട്ടുണ്ട്. ആയിക്കണ്. 15 വയസ്സായില്ല. 87-ലാണത്. 89 SLC ചെയ്തത്. 13 വയസ്സ്. അത് കഴിഞ്ഞിട്ട് സിനിമ ലൊക്കേഷനുകളിലൊക്കെ കാണാറും പോകാറും ഒക്കെ ഉണ്ട്. പഠിക്കുന്ന സ്ഥലത്തൊക്കെ ഈ മാമുക്കോയുടെ മകൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രിവിലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രിവിലേജ് അങ്ങനെയൊന്നുമല്ല, എന്നാലും പ്രിവിലേജ് എന്ന് പറഞ്ഞത് ഒരു പരിഗണന എല്ലാവർക്കും. താരപുത്രൻ ഒരു മീഞ്ചന്ത സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അവിടെ ഒരു തവണ ഇപ്പൊ വന്ന് ഞാൻ അറ്റൻഡൻസ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ വിളിച്ചു. അയാൾക്ക് അതുവരെ അറിയില്ല എങ്ങനെ ഞാൻ ഇന്നാളെ മകനാന്നൊന്നും അറിയില്ല. ഉപ്പ വന്നപ്പോഴാണ് അയാൾ ഇത് അറിയണത്. അപ്പൊ ഉപ്പ വന്ന് ഒരു മാരുതി കാറുണ്ട്, അന്നേരം 800cc കാറാ. ഉപ്പ വന്ന് പോകുമ്പോ അതിന്റെ 4 ടയറും കുട്ടികൾ കാറ്റ് വെച്ചിട്ട്. ഉപ്പ വന്നതൊരു സൈക്കിളിലാ. ഉപ്പ വന്നൊരു സൈക്കിൾ ഇങ്ങനെ കാറിന്റെ സൈഡിൽ വെച്ച് പോയതാ. അപ്പൊ പിള്ളേര് വിചാരിച്ചത് ഇപ്പൊ കാറിലാ വന്നാ. അപ്പൊ വന്ന് സൈക്കിൾ എടുത്ത് പോവുകയും ചെയ്തു. അങ്ങനെ അന്നൊരു സൈക്കിൾ ഓട്ടിട്ടാ നടക്കലിപ്പ. അന്ന് അങ്ങനെ ഒരു ഉപദ്രവിക്കുന്ന ഒരു മൈൻഡ് ഉണ്ടല്ലോ അന്നും. നിസാർ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നോ? ഏയ് എക്സസൈസ് 2 പ്രാവശ്യം ചെയ്തില്ല പാസ്സായത്. ഒരുപാട് പിന്നെ ഇപ്പൊ വാശി പിടിച്ച് ജയിച്ചിട്ട് നിർത്തിക്കുള്ളൂ. അപ്പൊ പിന്നെ ജയിക്കലും നിർബന്ധമായിരുന്നു. അങ്ങനെ ഇപ്പൊ 10ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് വേറെ ബിസിനസ് വല്ലതും ചെയ്തിരുന്നോ? എത്രയോ ചെയ്തു, എനിക്ക് ഓർമ്മ തന്നെ ഇല്ല. ശരി. ഒരുപാട് കുറെ ഇപ്പൊ മരിക്കുമ്പോ ബഹ്റൈനിലേന്. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം നമ്മുടെ കൂടെ വരുമ്പോൾ പുള്ളിക്കാർ ഒരിക്കലും തമാശ പറഞ്ഞിട്ടില്ല. വീട്ടിൽ വിളിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. പഠിക്കാൻ മിടുക്കനായിരുന്നോ ഇല്ലേ എന്നുള്ളത് ചോദിച്ചത്. ഇപ്പൊ വായിക്കൊക്കെ ചെയ്യും ഞാൻ നന്നായി. എനിക്ക് നല്ല അറിവും വിവരമൊക്കെ ഉണ്ട്. വിദ്യാഭ്യാസം കുറവാ. പക്ഷെ മാമുക്ക നന്നായിട്ട് പഠിക്കായിരുന്നു. അല്ല, ഇപ്പൊ 10ാം ക്ലാസ് ലാസ്റ്റ്. അതെ, അതാണ്. പക്ഷെ എന്തായാലും ക്ലാസ്സിൽ അന്ന് 10ാം ക്ലാസ് ഇപ്പൊ പഠിച്ച സ്കൂളിൽ AKG മാസ്റ്റർ MMH കോഴിക്കോട്. നമ്മള് പഴയ AKG കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ സഖാവ്. 10ാം ക്ലാസ് ഇപ്പൊ നന്നായിട്ട് എഴുതും. തമിഴ് എഴുതും, വായിക്കും. തമിഴ് നന്നായിട്ട് എഴുതാനും വായിക്കാനോ. തമിഴ് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ. മലയാളം പറഞ്ഞു, കുഞ്ചേട്ടൻ പറഞ്ഞു രസമായിട്ടുള്ള ഹാൻഡ്. ഞാൻ കണ്ടിട്ടുള്ളത് ഭരണിക്കാവ് ശിവകുമാർ പാട്ട് എഴുത്തുന്നില്ലേ, അച്ചടി പോലെയാണ് അയാൾ എഴുതുന്നത്. അതുപോലെ അതിന് വെല്ലുന്ന രീതിയിലാണ് മാമുക്കട ഈ കയ്യക്ഷരം എന്ന് പറയുന്നത്. അല്ല, ഇപ്പൊ ഉളി കൊണ്ട് മരം ഇങ്ങനെ കൊത്തും. ഉളി ഇപ്പൊ ഒരു ഉളിയുണ്ട്, ചെറിയ ഇങ്ങനെ വളഞ്ഞിട്ടുള്ളത്. ഇപ്പൊ എന്റെ പണി ശരിക്കും നമ്പർ ഒത്താന്നാ പറയാ. അത് ഈ കമ്പനീന്റെ ഒരു സേട്ടുമാര് സാധനം ഉണ്ടല്ലോ. അപ്പൊ അതിന് മരത്തിന്റെ അളവും ആ കമ്പനീന്റെ പേരും അടിക്കുക. അപ്പൊ ശരിക്കും ഇങ്ങനെ കൈകൊണ്ട് എഴുതണ പോലെ ഇങ്ങനെ കൂപ്പുകളിലും മരങ്ങളിലും അപ്പൊ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ചെയ്യും. തമിഴനാമെന്ന് എപ്പനാന്ന് പണ്ട് നാട്ടിൽ വിളിക്കുക, തമിഴനാമെന്നൊക്കെ വിളിക്കുക. പഠിക്കുന്ന കാലത്ത് ഫുട്ബോൾ കളിക്കാരനായിരുന്നു അല്ലേ? അത് കോഴിക്കോട് മിക്ക ആൾക്കാർക്കും അല്ല, പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട. ഈ പള്ളിക്കണ്ടി ഭാഗത്ത് നൈനാമ്പളപ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നമ്മുടെ വേൾഡ് കപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ആവേശമാണ് അവിടെ. ഈ വലിയ TV വെച്ചിട്ട് ജനങ്ങൾ മുഴുവൻ പല ഭാഗത്തുള്ള ആളുകളും വരും അവിടെ. കാരണം ആവേശം അവിടെയാണ്. കോഴിക്കോട് പണ്ട് ഈ ഫുട്ബോളുണ്ട്. അതെ.